ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്തുകൊണ്ടുവന്ന വണ്ടിയുണ്ടോ. നിലവിലിപ്പോൾ കൂട്ടത്തിക്കടെ നമുക്ക് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്ര കേസ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി ഓൾറെഡി സ്റ്റാർട്ടായി കിട്ടി, പക്ഷേ വണ്ടിക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയത് പ്രോബ്ലം കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ ജനറൽ സർവീസിൻ്റെ ഫുൾ വർക്കിനായിട്ട് നമ്മൾ കയറ്റിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇന്ന് കിടക്കുന്നത് നല്ല ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ ബെയറിംഗ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനിൽ ഓക്കെയാണ്, ഹബിന് വേറെ പറയുന്ന കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷേ എന്നാൽ പോലും പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പരമാവധി ഉപയോഗിച്ച് മാറ്റുന്ന സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എയർ അടിച്ച് നമുക്കൊന്ന് ക്ലീൻ ആക്കി ഇടാം. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയക്കുന്നുണ്ട്, അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ യൂസ് ചെയ്താണ് ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഒന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, പക്ഷേ പുതിയ ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിപ്പോൾ ഉപയോഗിച്ചാൽ ഒട്ടുമിക്ക സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ടൈം അത് മാറ്റുന്ന സമയത്ത് ഫുൾ കമ്പനി ഐറ്റത്തിലേക്ക് ഇടാം. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനകത്ത് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, പെൻഡെക്സിൻ്റെ ഭാഗം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ക്ലച്ച് ഗ്രീസിങ് ഉള്ളത് കൊണ്ട് നമ്മളത് അഴിക്കണം കേട്ടോ. പിന്നെ നമുക്ക് കാർബറേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് മിസ്സിങ് കാണിക്കുന്നത് കാർബറേറ്ററിന് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അതിനകത്തും ഈ ഫ്ലോട്ടൊക്കെ പുതിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രോജക്റ്റ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അപ്പോൾ അത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അത് ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ പ്രോബ്ലമാണ്. കാർബറേറ്റർ നോക്കുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗസ് പിടിച്ചാണ് പോലെയാണ് ഇരിക്കുക. അപ്പോൾ പരമാവധി ക്ലീൻ ചെയ്തിടാം. ചിലപ്പോൾ ഒരു പക്ഷേ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ കാണിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അത് നമുക്ക് ഈ പെട്രോളിൻ്റെ പ്രോബ്ലമാണ്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ചോക്ക് കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും കേട്ടോ. കാരണം അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്, അതിന് ശേഷം നമ്മൾ അതുകൂടി അഴിച്ച് ക്ലീൻ ചെയ്തിടും. ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ പുതിയ ബാറ്ററി അതിൽ ഇരിക്കണം. ബാറ്ററി 2025 മോഡൽ ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല, വാറണ്ടിയിലുള്ള ബാറ്ററി തന്നെയാണ്. ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിച്ചാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പ്ലഗ് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. പ്ലഗ് മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് കൂടി നമുക്ക് പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് പൊടിഞ്ഞൊടിങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ തീരെ മോശമൊന്നും പറയില്ല, പക്ഷേ ഓയിൽ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തികളെ നമുക്ക് എഞ്ചിൻ ഓയിൽ കൂടി മാറ്റി വിടുന്നുണ്ട്. പിന്നെ പറഞ്ഞത് വാട്ടർ സർവീസാണ്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് ജനറൽ സർവീസിന് പുറമെയാണ് നമുക്ക് ഈ പറഞ്ഞ കാർബറേറ്റർ ക്ലീനിങ് വരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അത്യാവശ്യം ഈ പറഞ്ഞ രീതികളെ ക്ലിയർ ആയിക്കോളും. വേറെ അങ്ങനെ കംപ്ലൈൻസ് അത് കാണിച്ചില്ല. പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും കാണിച്ചാൽ ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്കത് മാറ്റേണ്ടതായിട്ടൊക്കെ ഒരു പക്ഷേ വന്നേക്കും കേട്ടോ. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രോബ്ലമാണ്. മാക്സിമം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.